നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും അന്തിമ ധാരണയിലേക്ക്. മുസ്ലിം ലീഗിന് 27 സീറ്റ് ലഭിക്കും. തിരുവമ്പാടി സീറ്റൊഴിയാൻ ലീഗ് സന്നദ്ധത പ്രകടിപ്പിച്ചു. അതേസമയം കളമശ്ശേരി വിട്ടുകൊടുക്കില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. RSP 5 സീറ്റിൽ മത്സരിക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് മുന്നണി നേതൃത്വം. ഉഭയകക്ഷി ചർച്ചകൾ ഏതാണ്ട് വിജയകരമായി പൂർത്തിയാവുകയാണോ? മുസ്ലിം ലീഗുമായുള്ള ധാരണ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ടോ? ശ്രീജിത്ത്. ദിലീപ്, കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്ത് UDFിലെ സീറ്റ് വിഭജന ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രധാന ഘടകകക്ഷികളുമായി ചർച്ച നടത്തി വരികയാണ്. ലീഗുമായി പലവട്ടം ചർച്ച നടത്തി കഴിഞ്ഞു. ഇന്നലെ RSPയുമായുള്ള ചർച്ചയും ഏതാണ്ട് പൂർത്തിയായി. ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അടക്കമുള്ള കക്ഷികളുമായും ചർച്ച നടത്തും. എല്ലാവർക്കും കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റ് തന്നെ നൽകണമെന്ന ഒരു ധാരണയിലേക്കാണ് പോകുന്നത്. ആ കാര്യത്തിൽ ഒരു കുറവ് ഉണ്ടാകില്ല. അത്തരത്തിലൊരു പ്രശ്നങ്ങൾ മുന്നണിക്കകത്ത് ഉണ്ടാക്കാൻ കോൺഗ്രസും താല്പര്യപ്പെടുന്നില്ല. കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ചത് 27 മണ്ഡലങ്ങളിലാണ്. 25 കോണി ചിഹ്നത്തിലും 2 സംവരണ മണ്ഡലങ്ങളിൽ പൊതുസ്വതന്ത്രയും മറ്റുമാണ് ലീഗ് കഴിഞ്ഞ തവണ അണിനിരത്തിയത്. ഇത്തവണയും 27 സീറ്റ് ലീഗിന് നൽകും. എന്നാൽ കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ച കോങ്ങാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. പകരം മറ്റേതെങ്കിലും ഒരു സംവരണ മണ്ഡലം ലീഗിന് നൽകാനുള്ള ധാരണയാണ് ഉഭയകക്ഷി ചർച്ചയിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റ് ഒഴിയാനുള്ള സന്നദ്ധത ലീഗ് പ്രകടിപ്പിച്ചു. അവിടെ ലീഗ് സ്ഥാനാർത്ഥികൾ തുടർച്ചയായി 2 തവണ പരാജയപ്പെടുകയാണ്. തിരുവമ്പാടിക്ക് പകരം മറ്റേതെങ്കിലും ഒരു മണ്ഡലം ലഭിക്കണമെന്ന താല്പര്യം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. കോൺഗ്രസിനും അവിടേക്ക് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കണമെന്ന താല്പര്യമുണ്ട്. അതുകൊണ്ട് തിരുവമ്പാടി ഏറ്റെടുക്കാൻ കോൺഗ്രസിനും താല്പര്യമാണ്. മറ്റ് സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ഈ ഒരു അന്തിമ ധാരണ ആകേണ്ടിയിരിക്കുന്നു. എന്തായാലും കളമശ്ശേരി വേണമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിന് പൊതുവേ ഉള്ളത്. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ മത്സരിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് കളമശ്ശേരി സീറ്റ് ആവശ്യപ്പെടുന്നത്. എന്നാൽ കളമശ്ശേരി സീറ്റ് വിട്ടുകൊടുക്കാൻ ലീഗ് ഇനിയും സന്നദ്ധമായിട്ടില്ല. ആ സീറ്റ് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ കൊല്ലം ജില്ലയിലെ പുനലൂർ സീറ്റും ലീഗ് മത്സരിക്കുന്ന സീറ്റാണ്. അവിടെയും അതൊഴിഞ്ഞ് മറ്റു വിജയസാധ്യതയുള്ള ഒരു സീറ്റ് വേണമെന്ന് ലീഗ് താല്പര്യപ്പെടുന്നുണ്ട്. എന്തായാലും അക്കാര്യത്തിലൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ലീഗുമായി ഇനി ഒരു വട്ടം കൂടി ചർച്ച നടത്തും. RSPയുമായിട്ട് ഇന്നലെ വൈകുന്നേരമാണ് ഉഭയകക്ഷി ചർച്ച നടന്നത്. RSP കഴിഞ്ഞ തവണ 5 സീറ്റിലാണ് മത്സരിച്ചത്. ഇത്തവണയും 5 സീറ്റ് നൽകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.